ജയലാലും ഉണ്ണിത്താനെ അറിയാം. ജയലാൽ ഉണ്ണിത്താൻ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ജയലാൽ MLA ഉണ്ണിത്താൻ. ആണ് ഉദ്ദേശിച്ചത്. അത് ജയലാൽ ഉണ്ണിത്താനല്ലോ, ജയലാലെന്നല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ ലൈഫിൽ ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. സീരിയസ് ആവാതെ അല്ല, സെറ്റ് ആവൂല. ഷീ ഡിസേർവ് ബെറ്റർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഇതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം വെറുതെ ഒരാളെ നമ്മള് വിഷമിപ്പിക്കാനായിട്ട് നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ചാരു വരുമ്പോൾ ഞാൻ പറയാം. എനിക്ക് തോന്നി ഞാൻ പിന്നെ ലൈവ് കണ്ടില്ല. പക്ഷെ ഞാൻ മറ്റേ രാജചിത്ര കമന്റ് അതിനകത്ത് കമന്റ് ഇട്ടായിരുന്നു. ചാരുവിന്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ 2 മണിക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞായിരുന്നു. എടാ, ഞാനിപ്പോ അതിനകത്ത് എന്താ പറയേണ്ടിയിരുന്നു? നിനക്ക് നിന്റെ ലൈഫാണ്, അതിന്റെ ഡിസിഷൻ എടുക്കേണ്ടതെല്ലാം നീ തന്നെയാണ്. മുന്നേ അവിടുത്തെ കൗൺസിലർ പറയൂ. പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല. മുഖം ഓർമ്മ വരുന്നില്ല. പൊളിയല്ലേ ആ ലുക്ക് മോനെ. ബട്ട് പെണ്ണില്ല. ബട്ട് നിശാന്ത് ചേട്ടൻ ഹാപ്പിയാണ്. ചുമ്മാ അതെ അത് കറക്റ്റാണ്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇത്രയും നാൾ എന്നെ കണ്ടു. ഞാൻ ഇതൊക്കെ സങ്കടപ്പെട്ട് കാണുന്നുണ്ടോ? എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കൂ. ഞാൻ എല്ലാത്തിനും തിരിച്ചടിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. പൂനെയിലാണ് വീട്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ് നോക്കട്ടെ. അത് നോക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. 20 പേര് ലൈവ് കാണുന്നുണ്ട്. ലൈവ് കാണുന്നവർ എന്താ കമന്റ് ചെയ്യാത്തത്? ലൈക്ക് ചെയ്യും. സൂപ്പർ ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാം. സെറ്റ് ആക്കണം. ഞാൻ ഇപ്പോ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ ട്രൈയിങ് ആണ്. ഇപ്പോ ആവുമെന്ന് പോലും എനിക്കറിയില്ല. ഓക്കേടാ, നീ നിന്റെ പാഷനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് തന്നെയാണ് നല്ലത്. കാരണം എല്ലാവർക്കും കിട്ടുന്നതല്ല. ഒരു പാഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ ചിലവര് കുറച്ച് നാൾ നടക്കും, പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് വിട്ടുകളയും. പക്ഷെ നീ അതിന്റെ പുറകെ തന്നെ നടക്കുന്നത് നിനക്ക് അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അപ്പം നീ അത് തന്നെ ആയിട്ട് പോവാൻ നോക്കുക. പിന്നെ ചാരു, അത് എനിക്കറിയത്തില്ല. നിനക്ക് സ്പെഷ്യൽ ഞാനൊരു ഫോട്ടോ കാണിച്ചില്ല, അതാണോ നോക്കൂ. പൂനെയിലാണ് വീടെന്ന് പറഞ്ഞത്. ഡുബ്ലത്തി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് പറയൂ ഇയാളാണോ ആളെന്ന്. ലൈവിലത്തൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്? പോയാണ് ഇങ്ങോട്ട്. ഇതാണോ ആള്? പേര് പറയാൻ അറിയാത്ത ഒരാളുണ്ട്. ഇതാണോ ആള്? പെട്ടെന്ന് പറയൂ. സായാന്ത് സായാന്ത് അല്ലല്ലോ പറഞ്ഞത്. പോയോ? അതെ. ഓക്കെ. റിപ്ലൈ വന്നു. അതെ. എടാ, ഞാൻ ഉറപ്പായിട്ടും പറയൂടെ, ഞാൻ പറഞ്ഞോളാം. അയ്യോ, ഫാൻ 4K BFC. ഹായ്. ജോബ് ഉണ്ടെങ്കിലേ ഓക്കെ. പേര് വെളിപ്പെടുത്താൻ അറിയാത്ത ആളുടെ ഒരു ഒറിജിനൽ നെയിം എന്ന് പറയാമോ? എനിക്ക് വിളിക്കാൻ ഒരു പറ്റുന്നില്ലത്. ഒറിജിനൽ നെയിം ഒന്ന് കമന്റ് ചെയ്യാൻ വിളിക്കാമായിരുന്നു. മൈ ഫസ്റ്റ് എൽഡർ ഫ്രണ്ട്സ് ഞങ്ങളാണ്. ഹരിച്ചേട്ടനായിട്ട് ശ്രീ ചേച്ചിയോ? ശ്രീ ആരാ? ഞാൻ ശ്രീ അല്ലല്ലോ. എന്റെ പേര് ശ്രീതൊന്നുമല്ല. പിന്നെ വിത്ത് യൂട്യൂബേഴ്സ്. എന്റെ പേര് നിനക്ക് അറിയത്തില്ല. ശ്രീ ആരാണ്? ശ്രീ ചേച്ചി അവൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? പക്ഷെ എന്റെ പേര് ശ്രീ എന്നല്ലടാ മുന്ന. നീയായിട്ട് എനിക്കൊന്ന് പേര് വല്ലോണോ? ഞാൻ പോവാട്ടെ ചേച്ചി. നീ എന്തിനാ പോകുന്നത്? നീ ഇവിടെ നിൽക്കും. ഞാൻ ചാരിനോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സംസാരിച്ചോളാം. ഇല്ല, മുന്നേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. ശ്രീ ആരാണ്? അയാളുടെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം. സാബുജി റോഡ് വിള. അതാ ഞാൻ ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ അക്കൗണ്ട് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ. പേര് സാബുജി, അതാണോ? സാബുജി എന്നാണ് പേര്. ലേഡി ചേച്ചി. അതെന്തുവാ ലേഡി ചേച്ചി? എപ്പോ മുന്നേ ഉദ്ദേശിച്ച്? പരുന്നുകൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം ഏതാണ്? പരുന്നുകൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം അതേതാണ്?